വയലും വീടും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ലോലോ ബിയോണ്ട എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ഒരുതരം ലെറ്റസാണ്. ഈ ലെറ്റ്യൂസാണ് ബർഗറിലും സാൻഡ്വിച്ചിലുമൊക്കെ ഉപയോഗിക്കേണ്ടത്. എന്നാൽ നമുക്കിന്ന് വിപണിയിൽ നിന്ന് ലഭ്യമാകുന്ന ബർഗറിലും സാൻഡ്വിച്ചിലുമൊക്കെ അടങ്ങിയിരിക്കുന്നത് ചൈനീസ് കാബേജും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാബേജുമാണ്. രുചിയിലും ഗുണത്തിലും മറ്റുള്ള ഇലകളെക്കാൾ ഏറെ മുൻപന്തിയിലാണ് ലോലോ ബിയോണ്ട. യഥാർത്ഥത്തിൽ ഈ ലോലോ ബിയോണ്ടയുടെ സ്ഥാനത്താണ് ചൈനീസ് ക്യാബേജുമൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്. പോഷകമൂല്യത്തിന് പേരുകേട്ട ഈ സസ്യം അതിന്റെ സവിശേഷ രുചി കാരണം ആവശ്യക്കാരുണ്ട്. ലോലോ ബിയോണ്ട കൃഷി ചെയ്ത് കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിലും വിദേശ വിപണികളുമടക്കം കയറ്റുമതി ചെയ്യുന്ന ഒരു കർഷക കമ്പനിയുണ്ട് നമ്മുടെ കേരളത്തിൽ, അതും വയനാട്ടിൽ. വയനാട് എക്സോട്ടിക് ഫ്രൂട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി എന്ന പേരോടുകൂടിയാണ് വിപണനം നടത്തുന്നത്. ഹൈഡ്രോപോണിക്സ് കൃഷിരീതിയിലൂടെയാണ് ലോലോ ബിയോണ്ട ഇവർ കൃഷി ചെയ്യുന്നത്. 4000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള പോളി ഹൗസിലെ കൃഷി വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വയനാട് എക്സോട്ടിക് ഫ്രൂട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാനായ PJ ജ്യോതി ഭാസുവാണ്. നമസ്കാരം സർ. നമസ്കാരം. സാറ് കുറെ കാലം ദുബായിലായിരുന്നു അല്ലേ? അവിടെ എന്തായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്? അതെ, ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷെഫായിട്ടായിരുന്നു ദുബായിൽ. എനിക്ക് കുക്കിങ്ങും കൃഷിയുമായിരുന്നു എൻ്റെ പാഷൻ. അതിൽ ഫസ്റ്റ് എനിക്ക് ചാൻസ് കിട്ടിയ കുക്കിങ്ങിലായിരുന്നു. അപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ആദ്യം വർക്ക് ചെയ്തിരുന്നത് കോൾഡ് കിച്ചണിലായിരുന്നു, അവിടെ ഷെഫായിട്ട്. കോൾഡ് കിച്ചണിൽ അധികം ഈ ലീഫി ഐറ്റംസും സാൻഡ്വിച്ച്, ബർഗർ, അതുപോലെ സാലഡ്സ് ഒക്കെയാണ് എൻ്റെ സെക്ഷനിൽ വന്നിരുന്നത്. അപ്പോൾ അവിടെ ഈ ലീഫുകളെല്ലാം വരുന്നത് വിദേശത്ത് നിന്ന്, ഹോളണ്ട്, നെതർലാൻഡ് അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതായിരുന്നു. അത് ഞങ്ങൾക്ക് കറക്റ്റായ ടൈമിലും അവൈലബിൾ ആയിരുന്നില്ല. എന്തെങ്കിലും ഫ്ലൈറ്റിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കത് കിട്ടുമായിരുന്നില്ല. അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് അത് ചെയ്തുകൂടാ? അന്ന് നല്ല റേറ്റും ആയിരുന്നു അതിന്, ഇമ്പോർട്ട് ചെയ്ത് വരുന്നതുകൊണ്ട്. അങ്ങനെ ഒരു ചിന്തയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇതിനെക്കുറിച്ച് പഠിച്ചതും ചിന്തിച്ചതൊക്കെ. അപ്പം നമ്മുടെ ഉള്ളിലെ കൃഷി എന്ന ആഗ്രഹത്തിന് അവിടെ തുടക്കം കുറിക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ഇലവർഗ്ഗങ്ങൾ നമുക്ക് വിളയിച്ചെടുക്കുകയും ചെയ്യാം. അപ്പം അവിടെ എന്തായിരുന്നു ആദ്യം ചെയ്തു തുടങ്ങിയത്? ആദ്യം ഞാൻ വീട്ടിൽ തന്നെ ഒരു ട്രയൽ നോക്കി. ട്രയൽ നോക്കിയതിന് ശേഷം അത് സക്സസ് ആണെന്ന് കണ്ടപ്പോൾ ഈ ഹൈഡ്രോപോണിക്സ് തന്നെ ആവശ്യം വന്നില്ല ഇതെങ്ങനെയാന്നുള്ളതൊക്കെ. ഞാനൊരു 2 വർഷം ഇതിൻ്റെ പുറകെ പോയി, പലയിടത്തും പോയി അതിനെക്കുറിച്ച് പഠിച്ചു. എന്നിട്ട് ലാസ്റ്റ് എനിക്കൊരു ഗൈഡ് ലൈൻ കിട്ടിയത് US ബേസ്ഡ് ഒരു കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അവരെ ഫോളോ ചെയ്തിട്ടാണ് ഞാൻ പഠിച്ച് തുടങ്ങിയത്. അപ്പോൾ അതങ്ങനെ വീട്ടിലപ്പോൾ ചെയ്ത് തുടങ്ങി? അതെ, ഞാനൊരു മിനിയേച്ചർ പോർഷൻ ഞാൻ അവിടെ വീട്ടിൽ ചെയ്തു. അത് സക്സസ് ആണെന്ന് കണ്ടു. അതിനുശേഷം ഞാൻ കൊമേഴ്സ്യലായിട്ട് അവിടെ ഫാം ലീസിനെടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവിടെ ഏതായിരുന്നു ആദ്യം തുടങ്ങിയത്? ഈ സെയിം ലോലോ ബിയോണ്ട തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് അവിടെ എന്ന് പറയുന്നത് ലോലോ ബിയോണ്ട, ഓക്ലീഫ്, ലോലോ റോസ്, വാട്ടർ ഹെഡ്, ഫ്രീസ്, ഈ ഐറ്റംസ് എല്ലാം അവിടെ ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ലോലോ ബിയോണ്ടയ്ക്കാണ്. അത് ശരി. അതിനായിരിക്കും ഏറ്റവും ഗുണം കൂടുതലുള്ളത്. ഗുണം കൂടുതലും ടേസ്റ്റും. ഇതിന് ചില ലീഫുകൾക്ക് ബിറ്റർ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ലോലോ ബിയോണ്ടയ്ക്ക് അങ്ങനെ ബിറ്റർ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ആൾക്കാർ അധികം ഇഷ്ടപ്പെടുന്ന ഇതാണ്. പിന്നെ ഇൻ്റർനാഷണൽ റെസിപ്പിയിലെല്ലാം ഈ ബർഗറും സാൻഡ്വിച്ചിലെല്ലാം യൂസ് ചെയ്യുന്നത് ഈ ലോലോ ബിയോണ്ടയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പലരും സാധാരണ കാബേജും ചൈനീസ് കാബേജും ഒക്കെ വെക്കുന്നത്. അതെ, ചൈനീസ് കാബേജ് ആണ് ഓൾമോസ്റ്റ് നമ്മൾ
കാണാറുള്ളത്. കേരളത്തിലൊക്കെ കാണുന്നത്. പക്ഷേ ഇൻ്റർനാഷണൽ റെസിപ്പിയിൽ അത് ചെയ്യാറില്ല ആരും. ഇതാണ് സ്റ്റാൻഡേർഡ് റെസിപ്പി എന്ന് പറയുന്നത്. സാൻഡ്വിച്ച് വിത്ത് ലോലോ ബിയോണ്ട ആണ്. കൂടുതലും നമ്മളോട് പറയാറുണ്ട് ഗ്രീൻ കളറിലുള്ളത് കൂടുതലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും പച്ചക്കറികൾ അധികം വേവിക്കാതെ വേണം കഴിക്കുക എന്നുള്ള കാര്യങ്ങളും. അപ്പം അതെല്ലാം കൂടെ ഒത്തൊരുമിച്ച് വരുന്നതാണ് സർ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ലോലോ ബിയോണ്ടയിൽ അല്ലേ. അപ്പോൾ പിന്നീട് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത വന്നത്, നാട്ടിലേക്ക് ഇത് കൃഷി മാറിയതും എങ്ങനെയാണ്? അവിടെ UAE ഒരുപാട് എക്സ്പെൻസ് കൂടുതലാണ് ഇതിന്. പൊതുവേ ഹൈഡ്രോപോണിക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനീഷ്യൽ എക്സ്പെൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഗൾഫിലെന്ന് പറയുന്ന ലേബർ കോസ്റ്റ്, അതുപോലെ ഇലക്ട്രിസിറ്റി. ആദ്യമൊക്കെ അഗ്രികൾച്ചറിന് ഒരു സബ്സിഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ഒരു സബ്സിഡി ഇല്ല. ഹെവി ബില്ലാണ് വരുന്നത്. അപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. അങ്ങനെയാണ് അപ്പോൾ നമുക്ക് അവിടെ ഓൾറെഡി UAE നമ്പർ 1 പ്രൊഡക്റ്റ് ആയിരുന്നു നമ്മളുടെ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന് ട്രേഡ് ചെയ്തുകൂടാന്നുള്ളൊരു തോട്ടിലാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ടും കൃഷിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു അറിവും അതിന് സഹായിച്ചു. അങ്ങനെയാണ് വയനാട്ടിലേക്ക് വന്ന് അത് സ്ഥലം നിങ്ങൾ എടുക്കുകയാണോ ചെയ്തിരുന്നത്? അതെ, അത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഫോം ചെയ്തു. അത് ശരി. എത്ര ആൾക്കാരുണ്ടായിരുന്നു അതിൽ? ഞങ്ങളതിൽ 10 പേരാണ് ഫൗണ്ടർ മെമ്പേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് വേറെ ഉണ്ട്. ഫൗണ്ടർ മെമ്പേഴ്സ് 10 പേരാണ്. അതിൽ പ്രശാന്ത്, സുഖദേവ്, സുഭാഷ്, സുനിൽ ഇവരൊക്കെയാണ് ഫൗണ്ടർ മെമ്പേഴ്സ്, ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ്. അവിടെ എത്ര സ്ഥലത്തിലാണ് ചെയ്തിരിക്കുന്നത്? അവിടെ ഞങ്ങളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 2.5 ഏക്കറാണ്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 4000 സ്ക്വയർ മീറ്ററിൽ ഞങ്ങൾ ഗ്രീൻ ഹൗസ് കൺട്രോൾഡ് ക്ലൈമറ്റിലാണ് ഈ കൃഷി ചെയ്യുന്നത്. അത് ഹൈഡ്രോപോണിക് ഡീപ്പ് വാട്ടർ കൾട്ടിവേഷൻ ആണ്. അതേക്കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാൻ പറ്റുമോ? ഈ ഹൈഡ്രോപോണിക് നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡിൽ ചെയ്യാം. ഒരു മെത്തേഡ് എന്ന് പറയുന്നത് NFT ടെക്നോളജി. അത് പൈപ്പ് വെച്ചിട്ട് പൈപ്പിനകത്തുകൂടെ വെള്ളം ഒരു ഫിലിമിൻ്റെ തിക്നെസ്സിൽ വെള്ളം പാസ് ചെയ്യുക, അതിൽ ചെടി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അത് ഓരോന്നിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പൈപ്പിൽ ചെയ്യുന്ന സമയത്ത് ചൂടുള്ള സമയത്താണെങ്കിൽ ഈ പൈപ്പിലെ വെള്ളം പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ആ വേരിന് അത് ഹാംഫുള്ളാണ്. അതേസമയം ഡീപ്പ് വാട്ടർ ആണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ പവർ ഫെയിലിയർ ഒരുപാടുണ്ടാവും. ആ സമയത്ത് ചെടിയെല്ലാം നമ്മുടെ എല്ലാ ക്രോപ്പും പോകും. അപ്പോൾ ഡീപ്പ് വാട്ടർ ആണെങ്കിൽ അത് സംഭവിക്കില്ല. ഓൾറെഡി വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഈ വെള്ളം റൊട്ടേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയുള്ള പ്രോബ്ലം വരില്ല. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഏത് രീതിയിലാണ്? ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഡീപ്പ് വാട്ടർ ആണ്. ഞാൻ UAE ചെയ്തിരുന്നത് NFT ആയിരുന്നു. എങ്ങനെയാണ് ഒരു ഹൈഡ്രോപോണിക്സ് സിസ്റ്റം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് വേണ്ടത്? അടിസ്ഥാനപരമായിട്ട് ഒന്ന് പവർ, ഇലക്ട്രിസിറ്റി മസ്റ്റാണ്. നിങ്ങളത് സോളാർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ജനറേറ്ററാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. സോളാറിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വരും. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചെയ്തിട്ടില്ല. അത് ജനറേറ്ററാണ് വെച്ചിട്ടുള്ളത്. പവർ പോകുന്ന സമയത്ത് ജനറേറ്റർ. എങ്ങനെയാണ് അവിടെ ഒരു സിസ്റ്റം നിങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാമോ? അത് ഡീപ്പ് വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മളൊരു 20 സെൻറ്റിമീറ്റർ ഡെപ്തിൽ വെള്ളം ഒരു ടാങ്കിൽ കെട്ടി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ആ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അതിലെ pH, TDS നമ്മൾ ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് നമുക്ക് pH ഡൗൺ ആണെന്ന് വെച്ചാൽ അത് അപ്പ് ചെയ്യണം. അതേപോലെ തന്നെ TDS ഓരോ പ്ലാന്റിനും ഡിഫറെൻറ്റ് TDS ആണ് വേണ്ടത്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നീട് അതൊരു തെർമോക്കോളിലാണ് തോന്നുന്നു നമ്മൾ ഈ വെള്ളത്തിൽ നമുക്ക് വെറുതെ നമ്മുടെ വാട്ടർ കേബേജ് എന്ന് പറയും, നമ്മുടെ ഈ കുളത്തിലെല്ലാം വരുന്ന കുളവാഴ പോലെ. ഈ പ്ലാന്റ് കുളവാഴ പോലെ പൊന്തി നിൽക്കില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊരു തെർമോക്കോൾ പോലെ വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഫ്ലോട്ട് ചെയ്യുന്ന ഒരു ബോർഡ് വെച്ചിട്ട് അതിൽ ഹോളിട്ട് അതിനകത്തേക്കാണ് ഞങ്ങൾ ഇറക്കി വെക്കുന്നത്. ഇത് ഈ ചെറിയ തൈകൾ ഇതിനകത്തേക്ക് ഇറക്കി വയ്ക്കും. വേര് മാത്രം താഴേക്ക് പോകും. ഈ ഇലകളിൽ വെള്ളം തട്ടില്ല. ഇലകളിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ചെടി നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിനാവശ്യമായ വിത്തുകൾ നമുക്ക് ലഭ്യമായിരിക്കണം. അപ്പോൾ എവിടെ നിന്നാണ് നിങ്ങൾക്ക് ആ വിത്തുകൾ കിട്ടുന്നത്? ഞങ്ങൾ വിത്തുകളെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വിത്ത് ഗുണം 10 ഗുണം എന്ന് പറയുന്ന പോലെ ആ വിത്തിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. നല്ല വിത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും. എവിടെ നിന്നാണ് ഞങ്ങൾ ഹോളണ്ടിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും നമ്പർ 1 ക്വാളിറ്റി ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഒരു വിത്താന്ന് തോന്നുന്നു. അതെ, ഓരോ വിത്തും ഞങ്ങൾ
ഉപയോഗിക്കുന്നത് റോക്ക് വൂള് എന്ന് പറയുന്നൊരു മീഡിയമാണ് അത്. ഫോട്ടോ കാണുമ്പോൾ നമുക്കൊരു ചകിരിച്ചോറ് ഇരിക്കുന്ന ഒരു പ്രതീതിയാണ് ഇത് കണ്ടത്. പക്ഷെ അതല്ല, ചകിരിച്ചോറല്ല യൂസ് ചെയ്യുന്നത്. അത് റോക്ക് വൂൾ എന്ന് പറയാം. അയൺ എടുക്കുന്നില്ലേ, അതിന്റെ ഇതാണ് വരുന്നത്. അതെവിടെ നിന്ന് അന്നേരം കിട്ടുന്നത്? ബിലായിൽ അതിന്റെ പ്രൊഡക്ഷൻ ഇത് റോക്ക് വൂൾ ഉണ്ട്, പക്ഷെ അഗ്രികൾച്ചർ പർപ്പസിനുള്ളത് ചെയ്യുന്നില്ല. അത് ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അത് ശരി. അപ്പൊ ഈ വിത്തും ഇതിന് വളരാൻ സാഹചര്യം ഒരുക്കുന്ന ഈ ആൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. അതാണ് അതിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ അല്ല. അപ്പൊ എത്ര ദിവസം എടുക്കും ഇതൊന്ന് മുളച്ച് ഇതായി വരാൻ വേണ്ടിയിട്ട്? ആ സമയത്ത് നമ്മൾ എന്തൊക്കെ പരിചരണമാണ് കൊടുക്കേണ്ടി വരുന്നത്? വിത്ത് മുളയ്ക്കാനായിട്ട് 3 ദിവസം കൊണ്ട് വിത്ത് മുളയ്ക്കും. വിത്ത് മുളച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നഴ്സറി എന്ന് പറയും. ആദ്യം നമ്മളൊരു ഹ്യൂമിഡിറ്റി ചേമ്പറിലാണ് നമ്മൾ വിത്ത് വെക്കുന്നത് മുളപ്പിക്കാനായിട്ട്. അത് 3 ദിവസം അതിനകത്ത് ഹ്യൂമിഡിറ്റി ചേമ്പറിൽ വെച്ച് കഴിഞ്ഞാൽ വിത്ത് മുളച്ച് കിട്ടും. വിത്ത് മുളച്ചതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നഴ്സറിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അവിടെ ഒരു 15 ദിവസമാണ് നമ്മൾ ഫസ്റ്റ് നഴ്സറിയിൽ വെക്കുക. അതിൽ TDS എല്ലാം വളരെ ലോ ആയിരിക്കും. pH മാത്രം നമ്മൾ നോർമൽ കൺട്രോൾ ചെയ്യും. 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് നഴ്സറിയിൽ ഓൾമോസ്റ്റ് 7 days വെക്കും. ആ സെക്കൻഡ് നഴ്സറി എന്ന് പറയുന്നത് ഏത് രീതിയിലേക്ക് മാറ്റുക ചെയ്യുന്നത്? അത് ഇതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. ഓ അത് ശരി. അവയ്ക്ക് വളരാനുള്ള സാഹചര്യം ഒന്നുകൂടി കൂടുതൽ വളം കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വെക്കും. അതിന് ശേഷമാണ് ഞങ്ങൾ ടാങ്കിലേക്ക് മാറ്റുന്നത്. അപ്പം നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് വിളവെടുക്കാനായിട്ട് സാധിക്കും? 45-50 ദിവസം കൊണ്ട് നമുക്ക് വിളവ് കിട്ടും. ഫ്രം ദ സീഡ്, വിത്ത് തൊട്ട് 50 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കയറ്റുമതി ചെയ്യാണല്ലോ ചെയ്യുന്നത് കൂടുതലും? അതെ, കൂടുതൽ കയറ്റുമതി ഉണ്ട്. ഇപ്പോൾ കേരള മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞങ്ങൾ കേരള മാർക്കറ്റും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള ആൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഡെലിവറി ഉണ്ട്. ഇപ്പോൾ ഏത് പേരിലാണ് അന്നേരം വിപണിയിൽ എത്തിക്കുന്നത്? ഇത് വയനാട് എക്സോട്ടിക് ഫ്രൂട്ട് ഫാമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബ്രാൻഡിൽ തന്നെയാണ് സാധനങ്ങൾ ഇറക്കുന്നത്. ഞങ്ങൾക്ക് ലെറ്റ്യൂസ് മാത്രമല്ല, ചെറി ടൊമാറ്റോ, സ്ട്രോബെറി എന്ന് പറയുമ്പോൾ അതെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ചെറി ടൊമാറ്റോ. അപ്പോൾ നമ്മൾ സാലഡ്സിലെല്ലാം ഉപയോഗിക്കുന്ന ചെറിയ ടൊമാറ്റോ അത് കുറച്ചും കൂടിയും സ്വീറ്റാണ് നോർമൽ ടൊമാറ്റോയെക്കാട്ടി. പിന്നെ മിക്സഡ് സാലഡ് കൊടുക്കുന്നുണ്ട്. ഓ അത് ശരി. മിക്സഡ് സാലഡ് എന്ന് പറയുമ്പോൾ അതിൽ ലെറ്റസിൻ്റെ 3 വെറൈറ്റിയും പിന്നെ ചെറി ടൊമാറ്റോ ഉണ്ടായിരിക്കും അതിനകത്ത്. അങ്ങനെ ഒരു ബോക്സ് ആയിട്ട് കോംബോ ബോക്സ് അത് സെയിൽ ചെയ്യുന്നുണ്ട്. അതും സെയിൽ ചെയ്യുന്നുണ്ട്. അത് നമുക്കിവിടെ കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതെ, മെയിൻ സൂപ്പർ മാർക്കറ്റ്സിലെല്ലാം ഹൈപ്പർ മാർക്കറ്റ്സിലെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സിസ്റ്റം നമുക്ക് ഓട്ടോമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ അല്ലേ? നമ്മൾ ഇപ്പോൾ ആവശ്യത്തിന് വളം കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞു പോയാൽ കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് എപ്പോഴും അവിടെ നമുക്ക് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അവിടെ എങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്? അത് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മെയിൻ ന്യൂട്രിയൻ സൊല്യൂഷൻ്റെ TDS മെഷർ ചെയ്ത് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് മീൻസ് ഫെർട്ടിലൈസർ ഡോസ് ചെയ്ത് കൊടുക്കും. അതിന് ഡോസിങ് പമ്പ്, സെൻസർ എല്ലാം സെപ്പറേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ pHഉം അത് സെൻസ് ചെയ്തിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. ആകെ എത്ര ചിലവ് വന്നിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? ഇത് ഞങ്ങളുടെ ഒരു 4000 സ്ക്വയർ മീറ്ററിൽ ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു 3 crores വന്നിട്ടുണ്ട്. 3 കോടി രൂപ ചിലവായിട്ടുണ്ട്. ഈ ഹൈഡ്രോപോണിക്സിൻ്റെ എല്ലാവരും പറയുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ അത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്ര കോസ്റ്റ് വരുന്നില്ല. ലേബർ കോസ്റ്റും നോർമൽ കൃഷിയേക്കാളും ലേബർ കോസ്റ്റ് കുറവായിരിക്കും. മെയിൻ്റെനൻസ് എല്ലാം ഈസി ആയിരിക്കും. തുടക്കത്തിലുള്ള ഒരു മുതൽ മുടക്ക് എന്ന് പറയുന്നത് മാത്രമേ അതിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. ഓക്കെ. നൂതന കൃഷി രീതിയിലേക്ക് മാറേണ്ടതിൻ്റെ ആവശ്യകത. അപ്പോൾ സാർ ഒരു അനുഭവസ്ഥനായ ആളാണ്. അപ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും ഉണ്ടാകാം, നല്ല വശങ്ങളും ഉണ്ടാകാം. അപ്പം എന്താണ് പൊതുവേ പറയാനുള്ളത് കൃഷി രീതിയിലേക്ക് മാറേണ്ട ആവശ്യകതയെക്കുറിച്ച്? നമ്മൾ കൃഷിയിൽ പുതിയ ടെക്നോളജികൾ നമ്മൾ ആൾറെഡി മറ്റുള്ള രാജ്യങ്ങൾ യൂറോപ്പിലെല്ലാം അവർ ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ അതെങ്കിലും അഡോപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഇപ്പോൾ ഇവിടെ പല കൃഷിക്കാരും പഴയ രീതി തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. പുതിയത് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ് ഇപ്പോഴും കാണിക്കുന്നില്ല. ഇപ്പോൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ കൃഷിയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴത്തെ കൃഷി ഓഫീസേഴ്സും അവരെല്ലാവരും ഇപ്പോഴും ഹൈടെക് കൃഷി എന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിങ്ങിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരുപാട് വളർന്നു. ഇപ്പോൾ പറയുന്ന ഈ ഹൈഡ്രോപോണിക്സ് പോലും വളരെ താഴേക്കെത്തി. അതിന് മുകളിൽ ഇപ്പോൾ വെർട്ടിക്കൽ ഫാമിങ്, പിന്നെ ഇൻഡോർ ഫാമിങ് ഒത്തിരിയായി.
അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാലേ കൃഷി ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇനി ലേബേഴ്സിനെ വെച്ച് അത്രയും കൊടുത്ത് ചെയ്യാന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ടെക്നോളജീസ്, മെഷീനറീസ് എല്ലാം നമ്മൾ ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ ഉപയോഗിച്ച് കൃഷി ലാഭകരമാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലേബേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പം മറ്റൊരു ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് വരാൻ ഫുൾ ടൈം നമുക്ക് അവിടെ ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ ശ്രദ്ധ അതിൽ വേണം. നമ്മൾ ഫുൾ ടൈം ആയാൽ തന്നെ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ്സ്, അതിൻ്റെ ഗ്രോത്തും ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത്, ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ ആയിരുന്നാലും മറ്റുള്ളവരെ ഏൽപ്പിച്ച മെഷീനായാലും അവർ നമ്മൾ ഫീഡ് ചെയ്യുന്നത് അവർ ചെയ്യുന്നേ ഉള്ളൂ. ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പ്രസൻസ് വേണം. അത് ഫുൾ ടൈം വേണമെന്നില്ല, ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ മോണിറ്റർ ചെയ്യണം. അത് ക്ലോസ്ഡ് ഏരിയയിലാണ് നമ്മൾ ഈ ചെടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നുള്ളത്. അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. ഞങ്ങൾ കൺട്രോൾ ക്ലൈമറ്റിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. ഗ്രീൻ ഹൗസിൽ അത് കൂളിംഗ് പാഡ് ആൻഡ് സിസ്റ്റം എന്ന് പറയും അതിനെ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമെങ്കിൽ നന്നായിരുന്നു. നമ്മൾ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു സൈഡിൽ പാഡ് വെച്ചിട്ട് വേറെ സൈഡിൽ എക്സോസ്റ്റ് ഫാൻ വയ്ക്കും. അപ്പോൾ ഈ പാഡ് വഴി വെള്ളം നമ്മൾ കൊടുക്കും. ആ വെള്ളം വഴി പാസ് ചെയ്യുന്ന കാറ്റ്, ആ തണുത്ത കാറ്റായിരിക്കും. ആ കാറ്റ് അപ്പുറത്തെ സൈഡിൽ, ഓപ്പോസിറ്റ് സൈഡിലുള്ള ഫാൻ വഴി പുറത്തേക്ക് തള്ളും. അപ്പോൾ ഈ ഗ്രീൻ ഹൗസിനകത്ത് തണുത്ത ക്ലൈമറ്റ് നമുക്ക് കിട്ടും. ഇവിടെ കേരളത്തിൽ വളരെ കുറവാണ്. ഇപ്പോൾ അടുത്ത കാലത്തെ അങ്ങനെയുള്ളൊരു ഗ്രീൻ ഹൗസുകൾ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നോർമലി നമ്മുടെ കേരളത്തിലൊക്കെ സ്വയമേവ ചൂട് കുറയ്ക്കാനായിട്ട് മുകളിൽ ഓപ്പൺ ആയിട്ടുള്ള വെന്റിലേഷൻ വെച്ചിട്ടുള്ള ഗ്രീൻ ഹൗസുകളാണ് കൂടുതലുള്ളത്. ഫാൻ ആൻഡ് പാഡ് വളരെ കുറവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഓരോ ചെടിക്കും വളരേണ്ട കൃത്യമായ ഒരു അന്തരീക്ഷം നമ്മളവിടെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് ഇത്ര ഡിഗ്രി സെൽഷ്യസ് ചൂട് പാടുള്ളൂ അല്ലെങ്കിൽ തണുപ്പോ പാടുള്ളൂ എന്നുള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാബേജ് പോലെയുള്ള വിളകളും ഉണ്ടാക്കിക്കൂടെ? തീർച്ചയായിട്ടും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വിളകളും ഹൈഡ്രോപോണിക്സിൽ ചെയ്യാൻ പറ്റും. നമ്മൾ മെയിനായിട്ട് നമ്മുടെ കർഷകരുടെയും മെയിൻ പ്രോബ്ലം ഇതാണ്. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലെ വാല്യൂ, ഇപ്പോൾ കൂടുതൽ പൈസ നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണെന്നും കൂടെ നമ്മൾ ഇത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മല്ലിയിലയും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പ്രീമിയം പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാക്കണം, എന്നാലേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളൊരു മുതൽ മുടക്ക് അത്രയ്ക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള രീതിയിലുള്ള വിളവുകൾ വേണം നമ്മൾ ഉത്പാദിപ്പിക്കേണ്ടത്, ചൂസ് ചെയ്യാനുള്ള. അപ്പം നിങ്ങൾക്ക് ഇനിയും ഇതുപോലെ പുതിയത് തുടങ്ങാനായിട്ടുള്ള പ്ലാൻ ഉണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ലെറ്റ്യൂസാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഇനി വേറെ എന്തെങ്കിലും സസ്യങ്ങളെ അതുപോലെ വളർത്താനുള്ള? അതെ, ഞങ്ങളിപ്പോൾ സ്ട്രോബെറിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റ്യൂസ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ സ്ട്രോബെറി ഉണ്ട്, അതുപോലെ ചെറി ടൊമാറ്റോ, റോസ്മെറി, പിന്നെ ആസ്പരാഗസ് ഇത് ആൾമോസ്റ്റ് സാലഡ് പോലെ തന്നെയാണ്. അത് റോ ആയിട്ടാണ് തന്നെയാണ് കഴിക്കുന്നത്. അത് ശതാവരി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഒരു വകഭേദമാണ് ആസ്പരാഗസ്. ഒരുപാട് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ്. അത് റോ ആയിട്ട് തന്നെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതൊക്കെ ഇപ്പോൾ കൃഷി ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതെ. ഈ ലോലോ ബിയോണ്ടയുടെ ഗുണങ്ങൾ അറിയുമ്പോൾ മാത്രമേ ആൾക്കാർ ഇത് കൂടുതലായിട്ട് വാങ്ങുകയുള്ളൂ. അപ്പോൾ ഈ ലാക്ക് ഓഫ് അവയർനെസ് എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കാറുണ്ടോ? പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അവെയറല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളും കൂടിയുണ്ട്. നമ്മളിപ്പോൾ ആസ്പരാഗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവർ വളരെ കുറച്ചായിരിക്കും കേട്ടിട്ടുണ്ടാവുക. അതേപോലെ ഇപ്പോൾ റോസ്മെരി എന്ന് പറഞ്ഞാൽ തലയിൽ തയ്ക്കാനായിട്ട് അത് കേട്ടിട്ടുണ്ട്. അതല്ലാതെ മറ്റുള്ള നമ്മൾ ഈ അതുപോലെ തന്നെ കൂടിയാണെന്ന് തോന്നുന്നു റോസ്മെരി. അതെ. ഇപ്പം നമ്മൾ സാലഡ്സ്, ഇവിടെ കേരളത്തിലുള്ള ഒരു സാലഡ്സ് കഴിക്കാൻ മടിക്കുന്നതെന്ന് പറയുന്നത് സാലഡ്സിൻ്റെ കൂടെ ഡ്രസ്സിങ്സ് ചേർക്കും. ആ ഡ്രസ്സിങ്സിനെ കുറിച്ച് നമ്മൾ അവെയറല്ല. ഈ ഡ്രസ്സിങ്സും കൂടി ചേർത്താലേ സാലഡിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതും കൂടി ഒന്ന് നമ്മുടെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് സാലഡ്സും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ജങ്ക് ഫുഡും മീറ്റും എല്ലാം കഴിക്കുമ്പോൾ ഈ ലീഫി ഐറ്റംസ് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ടോക്സിൻസ്
പുറന്തള്ളാനായിട്ട് നല്ലതാണ്. ഈ ഫോറിനേഴ്സ് അതുകൊണ്ടാണ് അധികം ഈ റോ വെജിറ്റബിൾസ് കഴിക്കുന്നത്. അവർ കൂടുതലും ഇങ്ങനത്തെ ഉള്ള ഭക്ഷണങ്ങളാണല്ലോ കഴിക്കുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് അവർക്ക് കേടില്ലാത്തതും നമുക്ക് കേടുള്ളതും. ഇവിടെ പഴയ ഭക്ഷണ രീതികൾ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ഈ അറബിക് ഫുഡും ആ ചില ഫുഡുകൾ മറ്റുള്ളവർ കൊണ്ടുവന്ന്, ഇപ്പോൾ ഈവൻ ബർഗർ തന്നെ കൊണ്ടുവന്ന് നമ്മൾ അതിനകത്ത് കാബേജ് ലീഫ് വെച്ച് തന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല അത് ലോലോ ബിയോണ്ടാണ്, അതിനകത്ത് വേറെ ലീഫാണ് വെക്കേണ്ടത്, നമ്മൾ കിട്ടുന്നത് കഴിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. ഇപ്പോൾ പുറത്തു പോയി വന്നിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു അവയർനെസ് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ഫാമുകളിൽ ഒന്നാണ് നടത്തുന്നത് അല്ലേ? അപ്പോൾ അത്രയും വലിയൊരു ഫാം നടത്തുന്ന ആളെന്ന രീതിയിൽ ഇതിൻ്റെ ദോഷം കുറച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. എന്നിരുന്നാൽ കൂടിയും അതിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രോബാക്സും കൂടെ പറയാമോ? അഡ്വാൻറ്റേജസ് ആദ്യം പറയാം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒരു പ്ലാന്റിൻ്റെ ഹെൽത്ത്, നമ്മൾ മണ്ണിൽ നടന്ന ചെടിക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഹെൽത്ത് കണ്ടുപിടിക്കുന്ന അതിൻ്റെ ഒരുപാട് ടൈം എടുക്കും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻസ്റ്റൻറ്റ് അപ്പം തന്നെ ജസ്റ്റ് ആ വേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ ഹെൽത്ത് മനസ്സിലാക്കാൻ പറ്റും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ മണ്ണിൽ നിന്നുള്ള രോഗങ്ങൾ ഉണ്ടായിരിക്കില്ല. ഈ മണ്ണിൽ നിന്ന് ഒരുപാട് ബാക്ടീരിയൽ, ഇപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വെള്ളം വന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് കീടങ്ങളും അസുഖങ്ങളും എല്ലാം ഈ പ്ലാന്റ്സിന് വരും. അതേസമയം ഈ ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ക്ലൈമറ്റിൽ ചെയ്യുന്ന സമയത്ത് അസുഖങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഈ ചെറിയ ജീവികളൊക്കെ, പ്രാണികളുടെ പെസ്റ്റ് ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് കീടനാശിനികളുടെ ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് 100% നമുക്കത് സുരക്ഷിതമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതെ, തീർച്ചയായിട്ടും സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ഭക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇതാണ്. പിന്നെ എന്ന് പറയുന്നത് ലേബർ ചാർജ് നോർമൽ രീതിയേക്കാളും വളരെ കുറവാണ് ലേബർ ചാർജ്. നമ്മൾ നിലമൊരുക്കുക അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നും വരുന്നില്ല. സാധാരണ നമ്മൾ കേൾക്കാറുണ്ട് വളരാനായിട്ട് യൂറിയ അല്ലെങ്കിൽ പൊട്ടാഷ് പോലെയുള്ള ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെ തന്നെയാണോ ഇവയ്ക്കും അതൊക്കെ തന്നെയാണോ കൊടുക്കുന്നത്? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എല്ലാ ചെടികൾക്കും ഓർഗാനിക് എന്ന് പറയുന്നതിനും ഈ ചെടികൾ വലിച്ചെടുക്കുന്നത് കെമിക്കൽ ഫോമിൽ തന്നെയാണ് വലിച്ചെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ കെമിക്കൽ ഇത് തന്നെയാണ്, ഫെർട്ടിലൈസേഴ്സാണ് ഇതിനും കൊടുക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ളത് മാത്രമാണ് ഇത് വലിച്ചെടുക്കുന്നത്. ബാക്കിയെല്ലാം വെള്ളത്തിൽ തന്നെ തിരിച്ച് ടാങ്കിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് ഇതിന് ആവശ്യമായ ന്യൂട്രിയൻസ് മാത്രമേ അത് എടുക്കുന്നുള്ളൂ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് മണ്ണിലാണെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് മെഷർ ചെയ്ത് അതിന് കൊടുക്കാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. പിന്നെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തം ക്രോപ്പ് പോവും. അതേപോലെ തന്നെ ഇൻ കേസ് നമ്മുടെ ഈ ടാങ്കിലുള്ള വെള്ളം കണ്ടാമിനേറ്റഡ് ആവുകയാണെങ്കിൽ ആ ക്രോപ്പ് മൊത്തം പോകും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അതിലേക്ക് ക്ലോറിൻ്റെ അംശം ഒന്നും പാടില്ല. ഞങ്ങൾ ചെയ്യുന്ന ആർ ഒ വാട്ടറിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. റിവേഴ്സ് ഓസ്മോസിസ്, അത്രയും പ്യൂരിഫൈ ചെയ്തിട്ടുള്ള വാട്ടറാണ് കൊടുക്കുന്നത്. പിന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരുപാട് വരുന്ന ഹൈ ആയതും ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണാം. പിന്നെ നമുക്ക് ഇവിടെ പവർ ഫെയിലിയറും 24 hours നമുക്ക് കറണ്ട് വേണം. അതൊരു ഇവിടുത്തെ സിറ്റുവേഷനിൽ അതൊരു ഡ്രോബാക്കാണ്. എന്തെങ്കിലും ഗവൺമെൻറ്റിൻ്റെതായ സബ്സിഡികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അതെ, സെൻട്രൽ ഹോർട്ടിക്കൾച്ചറിൻ്റെ സബ്സിഡി കിട്ടിയിട്ടുണ്ട് ഗ്രീൻ ഹൗസിന് വേണ്ടി മാത്രം. അത് ഹൈഡ്രോപോണിക്സിന് ഇപ്പോഴും നമ്മുടെ സർക്കാർ സബ്സിഡി ഇതൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതൊരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കണക്കാകാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തെയൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെ സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രംഗത്തേക്ക് വരുന്നവർക്കായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ രീതിയിലുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതേക്കുറിച്ച് പഠിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടാവുമല്ലോ, ഈ ഒരു കൃഷി രീതിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ അവയർനെസ് കിട്ടാനായിട്ട് ആരെയാണ് സമീപിക്കേണ്ടി വരിക? ഈ നൂതന കൃഷി രീതിയിൽ അങ്ങനെ ഫേസ്ബുക്കുകളിലെല്ലാം കാണുന്നുണ്ട്, അവർ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. കേരളത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് എനിക്കറിയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലെല്ലാം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, അത് കൃഷി പഠിപ്പിക്കുന്നുണ്ട്. അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അതുമാത്രമല്ല, ഇതിൻ്റെ വേറൊരു ഡ്രോബാക്കായിട്ട് തന്നെ പറയാം, ഓരോ സിറ്റുവേഷനിലും ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഗ്രീൻ ഹൗസ് പണിയേണ്ടതും. നമ്മൾ ഏത് പ്ലാന്റ് ആണോ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം പഠിച്ചു എന്ന് വെച്ചിട്ട് അതിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അത് നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മൾ വളർത്തിയെടുക്കണം.
അപ്പോൾ ചെയ്യുന്ന ഏത് വിളയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ സെറ്റിങ്സ് എല്ലാം തയ്യാറാക്കേണ്ടത്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാലും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആവശ്യമാണ് എന്ന രീതിയിലാണ് എന്നുള്ളത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് വിപണിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ വാങ്ങുന്ന ബർഗറിലും സാൻഡ്വിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് ഒന്നുകിൽ ചൈനീസ് ക്യാബേജ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന നോർമൽ ക്യാബേജ്. അപ്പം നമുക്കറിയാം ക്യാബേജിൽ എത്രത്തോളം വിഷം ചെന്നിട്ടാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ അതല്ലാതെ തന്നെ എങ്ങനെയുള്ള ഈ ലീഫാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പൊതുജനങ്ങൾക്കൊരു അറിവ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സിബിഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നിങ്ങൾ പങ്കെടുക്കാറുണ്ടോ? ഒരു അവയർനെസ് കൊടുക്കാറുണ്ടോ? ഇല്ല, ഇതുവരെ അതിനുള്ളൊരു സാഹചര്യം കിട്ടിയിട്ടില്ല. ഇനി കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ 4000 സ്ക്വയർ മീറ്ററിൽ നിന്ന് എത്രത്തോളം വിളവ് കിട്ടുന്നുണ്ട്? ഞങ്ങൾക്ക് 28 ടാങ്ക് ഉണ്ട്. അതിൽ ഒരു ടാങ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4x23 മീറ്റേഴ്സാണ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ടാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് 250 kg വിളവെടുക്കാൻ പറ്റും. വിത്തിടുന്നതിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ച് നമുക്ക് വിളവെടുക്കാൻ പറ്റും. നമ്മൾ ഡെയിലി വിത്ത് ഇടുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വിളവെടുക്കാൻ പറ്റും. ആ ഒരു ഇതിലാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ കേരളത്തിൽ പൊതുവേ മാർക്കറ്റ് ഞങ്ങൾ ചെയ്തു വരുന്നേ ഉള്ളൂ. പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 year ആവുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സെയിലിപ്പോൾ ഇൻക്രീസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ വീക്ക്ലി 2 പ്രാവശ്യമാണ് വിളവെടുക്കുന്നത്. ഒരു 250 kg ഓരോ പ്രാവശ്യവും ഞങ്ങൾക്ക് വിളവ് കിട്ടും. അങ്ങനെ ഒരു 500 പെർ വീക്ക്. അപ്പോൾ താങ്കളുടെ അറിവുകൾ നമ്മുടെ കർഷകർക്ക് വേണ്ടി പറഞ്ഞു തന്നതിൽ ഒരുപാട് സന്തോഷം. നന്ദി. നമസ്കാരം. നൂതന കൃഷി രീതിയായ ഹൈഡ്രോപോണിക്സിലൂടെ നമുക്ക് ആവശ്യമുള്ള ഇലവർഗ്ഗങ്ങൾ ലോലോ ബിയോണ്ടോ, ലെറ്റ്യൂസ്, സ്ട്രോബെറി, ചെറി ടൊമാറ്റോ, റോസ്മേരി, ആസ്പരാഗസ് ഇതൊക്കെ വിപണിയിലെത്തിക്കുന്ന 4000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലുള്ള പോളി ഹൗസിലെ കൃഷി വിവരങ്ങൾ നമ്മളോട് പങ്കുവച്ചത് വയനാട് എക്സോട്ടിക് ഫ്രൂട്ട്സ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാൻ ശ്രീ PJ ജ്യോതി ഭാസു. വയലും വീടും സമാപിക്കുന്നു.